പങ്കാളിക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരു കേസാണെങ്കിൽ അവരെ നിർബന്ധിച്ച് ആത്മീയതയിലേക്ക് കൊണ്ടുവരാനോ അവർക്ക് പഠിക്കാൻ പോകണമെങ്കിൽ അത് നിർബന്ധിച്ച് പഠിക്കാൻ വിടാതിരിക്കാനോ ഒന്നും തന്നെ ഭർത്താവിന് അധികാരമില്ല. അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് പഠിക്കുക, അല്ലെങ്കിൽ സ്പിരിച്വൽ കാര്യങ്ങൾ, ആത്മീയത, രാഷ്ട്രീയ പ്രവർത്തനം. ഇപ്പൊ എന്റെ ഭാര്യയെ നിർബന്ധിച്ച് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നിൽക്കാന്ന് വിചാരിച്ചാൽ എന്റെ ഭാര്യയ്ക്ക് തീരെ നടക്കാത്ത കാര്യമാണെന്ന് വിചാരിച്ചോ. രാഷ്ട്രീയമേ ഇഷ്ടമല്ലാത്ത ഒരാളെ ഞാൻ പിടിച്ച് രാഷ്ട്രീയം നിൽക്കുകയാണ്. അപ്പോ എന്താണ്, അവിടെ പറ്റാത്ത ആളാണെങ്കിൽ, പണ്ടുള്ള സ്ത്രീകളാണെങ്കിൽ കരഞ്ഞും നിലവിളിച്ചും ഒക്കെ രാഷ്ട്രീയത്തിലൊക്കെ പോവുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ അവർക്ക് വലിയ ട്രോമാസ് അനുഭവപ്പെടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ സ്ത്രീകളാണെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് തന്നെ പറയും. അതാണ് ഇവിടെ കാണുന്നത്. കാരണം ഇവിടെ സംഭവിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഭാര്യയോട് സ്നേഹം ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം ചെയ്തത് തെറ്റാണ്. അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ വഴി തിരഞ്ഞെടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ആ വഴിക്ക് പോയിക്കോട്ടെ. പക്ഷെ ഭാര്യയ്ക്ക് താല്പര്യമില്ലാത്ത ഒരു സംഗതിയെ ഭാര്യയെ നിർബന്ധിച്ച് ആ വഴികളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഭാര്യ ഇപ്പം എന്താണ് ഒരു ജോലി ആവശ്യാർത്ഥം പോകുമ്പോൾ അതിന് പോകാതിരിക്കാൻ സമ്മതിക്കാതിരിക്കുക, ഈ ഡിഗ്രി എടുക്കണം എന്നുള്ള ആഗ്രഹമാണെങ്കിൽ അതിന് വിടാതിരിക്കുക, ഇതൊക്കെ പറയുന്നത് ഇതൊരു തരത്തിലുള്ള വേറെ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് പറയാം.